ഓം സർവൈ തത്വസി. എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. ഇത് നവരാത്രി കാലമാണ് അല്ലേ? ആ ആദിപരാശക്തി എന്ന നമ്മുടെ അമ്മയുടെ നാമരൂപഭാവങ്ങളെല്ലാം ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട്. ആ ഭക്തിയുടെ തരംഗങ്ങളാണ്, ഒപ്പം തന്നെ ആ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ തരംഗങ്ങളും ഈ പ്രപഞ്ചത്തിൽ, ഈ അന്തരീക്ഷത്തിൽ ഈ സമയത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നമുക്കും ആ അമ്മയെ ആശ്രയിച്ച് നമ്മൾ ഇതുവരെ ജന്മങ്ങളിൽ, കഴിഞ്ഞുപോയ ജന്മങ്ങളിലും ഈ ജന്മത്തിൽ ഈ നിമിഷം വരെയും ചെയ്തു പോയ ആ അജ്ഞാനത്തിൻ്റെ അലകളെ നീക്കുവാൻ, തെറ്റുകുറ്റങ്ങളും ഇപ്പോഴും നമ്മിൽ നിലനിൽക്കുന്ന പോരായ്മകളും ദുർഗുണങ്ങളും ദുസ്സംസ്കാരങ്ങളും എല്ലാം നീക്കി എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ടും, ഒപ്പം തന്നെ ആ പരമപാദത്തിൽ അഭയം തേടിക്കൊണ്ട് നമ്മുടെ ആ ബുദ്ധിയിൽ പൂർണ്ണമായ ആ പരിശുദ്ധി വരുത്തി നമ്മുടെ ബോധം ശുദ്ധമാക്കി സദ്ഗുണങ്ങളാൽ നമ്മെ അലങ്കരിച്ച് ഈ ഭൂമി മാതാവിൻ്റെ പൊന്നുമക്കളായി ജീവിച്ച് നമുക്ക് വേണ്ടതായ എല്ലാ കർമ്മങ്ങളും ചെയ്തു തീർത്തുകൊണ്ട് പരമമായ ആനന്ദത്തോടുകൂടി നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മുടെ ആത്മാവിന് ഉന്നതമായ തലത്തിലേക്ക് പോകുവാൻ വേണ്ട ആ അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആ പരാശക്തി അമ്മയുടെ തൃപ്പാദങ്ങളെ അഭയം പ്രാപിക്കാം. നമ്മുടെ ഗുരു ശ്രീ ശിവസായി ഒരുപാട് ദേവീ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഗുരു തന്നിരിക്കുന്ന നമ്മുടെ പ്രതീകത്തിൽ തന്നെ ആ പരാശക്തി അമ്മയും പരമപുരുഷനും ചേർന്ന് നിൽക്കുന്ന ഭാവമാണ്, ആ പരബ്രഹ്മ തത്വമാണ്. ഒപ്പം തന്നെ ആ പരമപുരുഷനും പരമപ്രകൃതിയും രണ്ടും ഉള്ള ഭാവം അതിലുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ദേവീദേവന്മാരെയും ദർശിക്കാനും അനുഭവിക്കാനും സാധിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലെ താല്പര്യം പോലെയും അറിവിൻ്റെ തലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ തലത്തിനനുസരിച്ചും ഓരോരുത്തർക്കും സ്വീകരിക്കാം. ഇന്നതാണ്, ഇന്നത് വേണം, ഇന്നതുപോലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആ പരബ്രഹ്മ തത്വമാണ്, ശിവതത്വമാണ്, ആ പരമമായ ആ മഹാ ചൈതന്യ ശക്തിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ, പരിശുദ്ധമായ രീതിയിൽ, പവിത്രമായ മനസ്സോടുകൂടി നമ്മൾ കണ്ടുകൊണ്ട് അവിടെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ എല്ലാ നല്ല ഗുണങ്ങളും നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ അമ്മയാണല്ലേ, അമ്മയില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അമ്മ ഒരു കുഞ്ഞിനെ മനസ്സിലാക്കുന്ന പോലെ വേറൊരാൾക്കും സ്വന്തം കുഞ്ഞിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മക്കളുടെ എല്ലാവിധ സങ്കടങ്ങളും തുറന്നു പറയുവാനും നമ്മുടെ വേണ്ടാത്തതായ നമ്മളുടെ ഗുണങ്ങൾ എടുത്തു മാറ്റി വേണ്ടുന്നതായ എല്ലാ സദ്ഗുണങ്ങളും സർവൈശ്വര്യവും ശാന്തിയും സമാധാനവും ഈശ്വരജ്ഞാനവും ഒക്കെ തന്ന് പരിപാലിക്കുന്നതാണ് അമ്മ, ആ ആദിപരാശക്തി. അനവധി ഭാവങ്ങളാണ് അമ്മയ്ക്ക്. നമുക്ക് നവരാത്രി കാലത്ത് നവഭാവങ്ങളിൽ അമ്മയെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതിലും അധികം അനന്തമായ ഭാവങ്ങളുണ്ട് അമ്മയ്ക്ക്. ഒപ്പം ആ പരബ്രഹ്മത്തിലേക്കുള്ള വാതിൽ തുറന്നു തരുന്നതും ആ അമ്മ തന്നെയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തരുമെങ്കിലും ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മുടെ കൈപിടിച്ച് നമ്മളെ ഉയർത്തി നമ്മെ കൊണ്ടുപോകുന്നതും അമ്മ തന്നെയാണ്. അമ്മയെ എന്നൊന്ന് നമ്മൾ ഉറക്കെ വിളിച്ച് കരഞ്ഞാൽ ആ അമ്മ നമ്മളെ എപ്പോഴും ഓടിയെത്തി രക്ഷിക്കും. നമ്മുടെ ഉള്ളിലെ ആ പരമമായ സത്യത്തോടും ആത്മാർത്ഥതയോടും പരിശുദ്ധിയോടും കൂടി, കറകളഞ്ഞ പവിത്രമായ സ്നേഹത്തോടും കൂടി അമ്മയെയും, ആ അമ്മയുടെ രൂപം വെച്ച് ആ അമ്മയെ മാത്രമല്ല, ആ അമ്മ ഈ പ്രപഞ്ച പ്രകൃതിയിലെ എല്ലാ മനുഷ്യരിലും മൃഗങ്ങളിലും സർവ്വജീവജാലങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അവരെയും
ഈ അനുകമ്പയോടുകൂടി കരുണയോടുകൂടി നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒരു വിദ്വേഷവും ഇഷ്ടക്കേടും വിഷമവും വേദനയും ഇല്ലാതെ നമ്മൾ ജീവിച്ചാൽ, അതുപോലെ ഈ നവരാത്രി കാലത്ത് എല്ലാവിധ അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടും കൂടി അകവും പുറവും ശുദ്ധമായി ഈ അമ്മയെ ധ്യാനിച്ചാൽ നമുക്ക് ഐശ്വര്യവും ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കും. പ്രശോഭാഷ്ടഹസ്തങ്ങളിൽ ശംഖുചക്രായുധമേന്തി സമസ്തലോക അധർമ്മ സംഹാര സ്വരൂപിണിയായി നിലകൊള്ളും നിൻ മനോഹര രൂപദർശനത്തിൽ സർവഭാവഭയാദികളെല്ലാം അകന്നുപോയിടും. ഓം അഖിലാണ്ട സ്വരൂപിണി സർവകർമ്മശക്തി സ്വരൂപിണി പ്രകൃതിമായ നാട്യകലാരൂപിണി ജനനി നിന്നനുഗ്രഹമൊന്നുമേ വേണ്ടുമർത്യന് ഇഹലോകവാസം ധന്യമാക്കിയിടുവാൻ. ഗുരുശ്രീ ശിവസായി എഴുതിയ ദേവിയെ വർണ്ണിച്ചിരിക്കുന്ന അനേക സ്തുതികളിലെ ഒരു സ്തുതിയിലെ ചില വരികൾ മാത്രമാണ് ഇത്. അതെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർമ്മം ചെയ്തേ പറ്റൂ അവസാനം വരെ. അതിന് ശക്തി നൽകുന്നത് ആ അമ്മയാണ്. ആ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചലിക്കാൻ പോലും സാധിക്കില്ല. ആ പരബ്രഹ്മ ചൈതന്യ ശക്തി പ്രകടമാക്കി തരുന്ന, ആക്റ്റീവാക്കി തരുന്ന ഇച്ഛാജ്ഞാന ശക്തികൾ പ്രദാനം ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, ഈ സംസാരിക്കുന്നത് പോലും ഉള്ളിൽ പ്രകാശിക്കുന്നതും അവിടെ നിന്ന് ഒഴിച്ചു തരുന്നതായ ഈ വാക്കുകളെ പുറത്തേക്ക് പറയുവാനുള്ള ശക്തി തരുന്നതും, നമ്മളെ ഇവിടെ നിലനിർത്തുന്നതും, നമ്മളെ പരിപാലിക്കുന്നതും, നമ്മളെ സംരക്ഷിക്കുന്നതും, വേണ്ടാത്തതായ കാര്യങ്ങൾക്ക് ശിക്ഷിച്ച് നമ്മളെ നേരെയാക്കി കൊണ്ടുപോകുന്നതും എല്ലാം ആ അമ്മ തന്നെയാണ്. അഖിലാണ്ട സ്വരൂപിണിയായ ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ വീണ്ടും ഗുരുനാമത്തിൽ നമുക്ക് പ്രണമിക്കാം. അപ്പോൾ നമുക്ക് ഈ ഭൂലോകവാസം ധന്യമാക്കണം. എല്ലാ വേണ്ടതായ കർമ്മങ്ങളും ധർമ്മത്തോടു കൂടി നമുക്ക് ചെയ്യണം. ആത്മീയമായാലും ഭൗതികമായാലും നമ്മളത് ചെയ്തു പോകണം. അതിനുള്ള ആ ശക്തി നമുക്ക് അമ്മയിൽ നിന്ന്, അമ്മയുടെ കാരുണ്യത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഗുരുകൃപയാലെ നമുക്ക് തന്നിരിക്കുന്ന ആ തത്വത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗുരു നമുക്ക് നൽകിയിരിക്കുന്ന പ്രതീകത്തിലും എല്ലാം ഉണ്ട്. അപ്പോൾ അത് വേണ്ടുന്നത് പോലെ ഭക്തി ബഹുമാനങ്ങളോടെയും ഒപ്പം തന്നെ ആചാരങ്ങളോടെയും അനുഷ്ഠാനങ്ങളോടെയും പവിത്രതയോടെയും അതിനെ കണ്ടാൽ അതിൽ ആ മഹാശക്തി മാതാവിൻ്റെയും പരമ പുരുഷൻ്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും. അമ്മ പല ഭാവങ്ങളിലുമുണ്ട് അല്ലേ? സ്വാത്വികമായ ഭാവത്തിൽ സരസ്വതി മാതാവായും, രജോ ഗുണഭാവത്തിൽ മഹാലക്ഷ്മി മാതാവായും, തമോ ഗുണഭാവത്തിൽ കാളി മാതാവായും, എല്ലാ ആ പാർവതി മാതാവിൻ്റെ, ആ ദുർഗാ മാതാവിൻ്റെ ഭാവങ്ങളാണ്. ഇതുകൂടാതെ അനേകം ഭാവങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായും നമ്മൾ ഈ ഭാവങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം കൊടുത്ത് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരുടെ രജോ ഗുണവും തമോ ഗുണവുമല്ല ഇവിടെ അമ്മ എന്ന മഹാശക്തിക്ക്. തമോ ഗുണം സർവ അധർമ്മങ്ങളെയും സംഹരിക്കാനുള്ള ശക്തി. അല്ലെങ്കിൽ എന്താവും ഈ ഭൂലോകം സംഹരിച്ച് മാറ്റിയില്ലെങ്കിൽ? അപ്പോൾ പരമാവധി അമ്മ ക്ഷമിച്ചും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തും കൊണ്ടുപോകുന്നത് ഒരിക്കലും ശരിയാകില്ല എന്ന് കണ്ടാൽ ആ അധർമ്മത്തെ സംഹരിച്ച് തന്നെ മാറ്റുന്ന മഹാശക്തിശാലിയാണ് അമ്മ. അതാണ് അവിടെ തമോ ഗുണം. അതുപോലെ രജോ ഗുണം, അത് പരിപാലിക്കാനുള്ള സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകി, സ്നേഹവും നൽകി ഒരു പരിപാലനത്തിനുള്ള ശക്തിയാണ് രജോ ഗുണം. അതല്ലാതെ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഗുണമല്ല. അത് സാധാരണ മനുഷ്യരുടെ കാര്യത്തിലാണ്. പക്ഷേ ഇവിടുത്തെ രജോ ഗുണം വ്യത്യസ്തമാണ്. അത് എല്ലാം സദ്ഗുണസമ്പന്നമായ അലങ്കാരങ്ങൾ തന്നെയാണ് അമ്മയ്ക്ക്. അതുപോലെ സ്വാത്വിക ഗുണം, ശുദ്ധമായ ഗുണം, ശുദ്ധമായ ഈശ്വരജ്ഞാനം, ആ പരിശുദ്ധമായ പരമപ്രകാശം, ആ ആത്മപ്രകാശം നൽകുന്നതും
ആ ആത്മജ്ഞാനം നൽകുന്നതും ആ ബ്രഹ്മ ചൈതന്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും ആ ബ്രഹ്മത്തിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കാൻ നമുക്ക് ശക്തി തരുന്നതും ആ അമ്മ തന്നെയാണ്. അപ്പോൾ വിവിധ ഭാവങ്ങളിലാണ് നമുക്ക് നമ്മുടെ ആ അതിപരാശക്തിയായ അമ്മ നമുക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞു നൽകുന്നത്. നമ്മൾ അതിലേക്കൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ, ആ പവിത്രത പരിപാലിച്ചുകൊണ്ട് അകവും പുറവും ശുദ്ധമാക്കിക്കൊണ്ട് ആ അമ്മയെ ആരാധിച്ചാൽ നമുക്ക് വേണ്ടുന്ന പോലെ നമ്മളുടെ ആ ആത്മാവിനെ വേണ്ടുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിച്ച് കൈപിടിച്ച് കൊണ്ടുപോകും അമ്മ. അപ്പോൾ ഈ നവരാത്രി കാലം എല്ലാവർക്കും ആ അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കട്ടെ എന്ന് എൻ്റെ ഗുരുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വലോകമാനവർക്കും ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ.